ഈ അമ്മ സംഘടനയിൽ തന്നെ വലിയൊരു വിഭജിപ്പ് ഉണ്ടാവുകയും വലിയൊരു പിളർപ്പുണ്ടാവുകയും വനിതാ പ്രവർത്തകർ ഏതാനും ചില വനിതാ പ്രവർത്തകർ അവിടെ നിന്നും മാറുകയും WCC എന്ന കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തു. ഈ വിധിക്ക് ശേഷവും WCCയിൽ പഴയ വനിതാ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഈ അതിജീവിതയ്ക്കൊപ്പം തുടക്കം മുതൽ പോരാട്ടം നടത്തിയവർ പാർവതി തിരുവോത്ത്, രമ്യ തമ്പീശൻ, റിമ കല്ലിങ്കൽ ഉൾപ്പെടെയുള്ളവർ നടിക്ക് ഈ അതിജീവിതയ്ക്ക് പരസ്യ പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തിയ സുഹൃത്തുക്കൾ അവർ എഴുതിയിരിക്കും, ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ അവൾക്കൊപ്പം എന്നെഴുതിയ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ അവർ പ്രസിദ്ധീകരിച്ചു. ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ തിരക്കഥയുടെ ക്രൂരമായ പ്രദർശനമാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് പാർവതി വിമർശിച്ചത്. ഇതോടൊപ്പം ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രതികരണം പുറത്തു വന്നത് അജിതയുടെയാണ്. നടി ആക്രമിച്ച കേസിലെ വിധി നീതി നിഷേധമെന്നാണ് അജിത പറഞ്ഞത്. മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല. ദിലീപ് ജയിലിൽ കിടന്നത് തന്നെ വലിയ കാര്യമാണെന്നും അജിത പറഞ്ഞു. നീതി നിഷേധമാണ് എന്ന് പറയാതെ വയ്യ. തെളിവുകളില്ലാത്തത് കൊണ്ടല്ല ഈ വിധി വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പല തരത്തിലുമുള്ള സ്വാധീനങ്ങൾ ഇതിൽ കളിച്ചിട്ടുണ്ട്. ഇത് പണമോ മറ്റു തരത്തിലുള്ള വ്യക്തിപരമായ സ്വാധീനങ്ങളോ എന്തൊക്കെയാണ് കളിച്ചതെന്നുള്ളത് പിന്നീട് ചരിത്രം പറയും. ഇത് ഉയർന്ന കോടതിയിൽ പോയാൽ ഒരു പക്ഷേ വിജയം കിട്ടിയേക്കാം. അതുകൊണ്ട് ദിലീപിനുള്ള ആ ഭീഷണിയുണ്ടല്ലോ, അത് അവസാനിക്കുന്നില്ല. മാത്രമല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ അതിജീവിതയാണ്. ആ നടി, ആക്രമിക്കപ്പെട്ട നടി ഞാൻ അതിജീവിതയാണ് എന്ന് പ്രഖ്യാപിച്ചതിലൂടെ തന്നെ അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് സാങ്കേതികമായി ഇപ്പോൾ ഒരു തോൽവി ഉണ്ടായാലും അതൊരു തോൽവിയായിട്ട് കേരളത്തിലെ ജനങ്ങളോ സ്ത്രീകളോ കണക്കാക്കുന്നില്ല. അവൾക്കൊപ്പം എന്നുള്ളത് ഇന്നും ജനങ്ങൾ അവൾക്കൊപ്പം തന്നെയാണ്. ഈ സിനിമാ മേഖലയിൽ തുടക്കത്തിൽ നടിയാക്രമണ കേസിന് പിന്നാലെ അതിജീവിതയ്ക്ക് ഒപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവർ പോലും സിനിമാ സംഘടനകൾ പോലും ദിലീപിനെ തള്ളിപ്പറയാൻ തുടക്കത്തിൽ തയ്യാറായിരുന്നില്ല. പക്ഷേ ദിലീപിൻ്റെ അറസ്റ്റ് ജൂലൈ തുടക്കത്തിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ദിലീപിനെ അമ്മയിൽ നിന്ന്, ഫെഫ്കയിൽ നിന്ന്, സിനിമാ സംഘടനകളിൽ നിന്നൊക്കെ പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ചും ദിലീപിന് ഇപ്പോൾ കുറ്റവിമുക്തനായ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കാം അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ എടുക്കാൻ പോകുന്ന തീരുമാനം? അതും ഏറെ ശ്രദ്ധേയമാണ്. ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ദിലീപിനെ ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ കേസ് സിനിമാ മേഖലയെ പല ചാലുകളാക്കി ഇതിനെ മാറ്റി. മാത്രമല്ല, ഫെഫ്ക അംഗങ്ങളെപ്പോലും പോലീസ് പലതവണ അകാരണമായി ചോദ്യം ചെയ്തു. വിധിയിൽ അമിതാഹ്ലാദമോ പ്രതിഷേധമോ ഇല്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ ദിലീപിനെ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ക്രിമിനൽ കുറ്റാരോപിതനായ അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു തീരുമാനമെടുക്കും. തീർച്ചയായും ദിലീപിൻ്റെ പുതിയ ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നു. വലിയ ആവേശത്തിലായിരുന്നു ദിലീപിൻ്റെ ആരാധകർ. കോടതിയിലെ വിധി കേൾക്കാനായി നൂറുകണക്കിന് ആരാധകരാണ് ഒത്തുകൂടിയത്. ഇവിടെ ലഡു വിതരണം ഉൾപ്പെടെ നടന്നു. ദിലീപിൻ്റെ വീടിന് മുന്നിലും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ദിലീപിൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കളടക്കം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആലുവയിൽ നിന്നും, ദിലീപിൻ്റെ വീടിന് മുന്നിൽ നിന്നും. ആജ്ഞ, 7 വർഷ കാലയളവിൽ ഏകദേശം 8.5 വർഷത്തോളം ദിലീപിനെ സംശയനിഴലിൽ നിർത്തിയൊരു കേസ്. ഈ കേസിൽ ദിലീപാണ് ഗൂഢാലോചന നടത്തിയത്, കൂട്ടബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയതെന്ന വാദമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. പക്ഷെ അതൊന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. കോടതി അങ്ങനെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. എങ്ങനെയാണ്? കാരണം ദിലീപിന് ശേഷമുള്ള ദിലീപിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 8.5 വർഷക്കാലം നിങ്ങൾ പറഞ്ഞില്ലേ, ഇനി ഞാൻ പറയാം. കൂടുതൽ മാധ്യമങ്ങളുടെ പ്രതികരണങ്ങൾ, ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതിരുന്ന ദിലീപിൻ്റെ കുടുംബാംഗങ്ങളുടെ, സുഹൃത്തുക്കളുടെ ഒരു പ്രതികരണം എന്താണ്? ഇപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു ആഹ്ലാദ പ്രകടനം മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ടോം. ശരിക്കും ഈ ദിലീപിന്റെ വീടിന് മുന്നിലായിട്ട് ദിലീപ് ഫാൻസ് അസോസിയേഷൻ
കേക്ക് കട്ട് ചെയ്യുകയും ലഡു വിതരണം ചെയ്യുകയും ചെയ്ത് വലിയ ആൾക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദിലീപിൻ്റെ കുടുംബം, സുഹൃത്തുക്കൾ, മക്കൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ദിലീപ് എത്തിയപ്പോൾ തന്നെ വലിയ ആഹ്ലാദ പ്രകടനത്തോടു കൂടിയാണ് ഫാൻസ് അസോസിയേഷൻ ദിലീപിനെ എതിരേറ്റത് തന്നെ. ദിലീപ് നമുക്കറിയാം കോടതി വളപ്പിൽ വെച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതായത് മഞ്ജു പറഞ്ഞ ക്രിമിനൽ ഗൂഢാലോചന, അതിലാണ് ഈ ഇത് തുടങ്ങുന്നത്. പക്ഷേ അത് ആ ഗൂഢാലോചന എൻ്റെ നേരെ അല്ലെങ്കിൽ എന്നെ കെണിയിൽപ്പെടുത്താൻ, എന്നെ കൊടുക്കാൻ വേണ്ടി അത് പോലീസും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ അന്വേഷണ സംഘവും ചേർന്ന്, അവരുടെ മറ്റുദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് തനിക്കെതിരെ കെണിയുണ്ടാക്കി തൻ്റെ കരിയർ, ജീവിതം തുടങ്ങിയവയൊക്കെ തുലയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമായിരുന്നു അത്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 8.5 വർഷം അല്ലെങ്കിൽ 9 വർഷം എൻ്റെ കരിയർ ഇങ്ങനെ പോയത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ പോയത് എന്ന് പറയുന്ന ഒരു പ്രതികരണത്തിലേക്കാണ് മാധ്യമപ്രവർത്തകർ ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് പറയുമ്പോഴും ദിലീപ് പെട്ടെന്ന് പറഞ്ഞത് ടോം സൂചിപ്പിച്ചതുപോലെ 9 വർഷം നിങ്ങൾ പറഞ്ഞില്ല, ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് ആരുടെയും നേരെ ഈ പോലീസ് ഉദ്യോഗസ്ഥയും, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും പോലീസുകാരും ചില മാധ്യമ പ്രവർത്തകരും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നുള്ള ആരോപണമാണെങ്കിൽ പോലും ആരുടെയും നേരെ പേരെടുത്ത് പറയുകയോ അതല്ലെങ്കിൽ ആരുടെയും നേരെ വിരൽ ചൂണ്ടുകയോ ചെയ്തില്ല എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും ടോം സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷന് ദിലീപിന് മേലുള്ള ഗൂഢാലോചന കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയ ഏറ്റവും പ്രധാന അപാകത. ആ ഒരു സാഹചര്യത്തിലാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഒരു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അതായത് നമ്മൾ നേരത്തെ കേട്ടില്ല, കൊട്ടേഷൻ നൽകി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക എന്നുള്ള പ്രമാദമായ കേസ്, അതല്ലെങ്കിൽ അത്തരം സമാനതകളില്ലാത്ത ഒരു കേസ്, അത് കൂട്ടബലാത്സംഗത്തിലേക്ക് മാറിയിരിക്കുകയാണ് കോടതി വിധിയോടെ എന്ന് വേണം പറയാൻ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട ഇതിലുണ്ടായിരുന്നതാണ്, വാഹനത്തിലുണ്ടായിരുന്നതാണ്. ഇതിൽ 2ാമത്തെ പ്രതി മാത്രമാണ് ഇതിൽ വാഹനത്തിലുണ്ടായിരുന്നത്. അയാൾ തന്നെയായിരുന്നു നടിയുടെ ഡ്രൈവർ, നടിയുടെ വാഹനം ഓടിച്ചിരുന്നത് അയാൾ തന്നെയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 12-ാം തീയതി അവർക്കുള്ള ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്യും. എന്നിരുന്നാലും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ, ദിലീപിന്റെ അഡ്വക്കേറ്റ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സത്യവും നീതിയും ന്യായവും ഒരു ദിവസം ജയിക്കും. ഒരു കാരണവശാലും ഇത്തരം ക്രിമിനൽ ഗൂഢാലോചന തെളിയിച്ച് അയാളെ കുറ്റക്കാരനാക്കാൻ കഴിയില്ല. അത് അത്തരത്തിലുള്ള ഇതൊന്നും, അതായത് ക്രിമിനൽ ഗൂഢാലോചനയൊന്നും ദിലീപ് നടത്തിയിട്ടില്ല. അതിനുള്ള തെളിവുകളാണ് പ്രോസിക്യൂഷൻ ആ കാര്യത്തിൽ പാളിപ്പോയി എന്നുള്ള കാര്യം കൂടി പറയുന്നത്. 2 തവണ പ്രോസിക്യൂഷൻ പിന്മാറുന്ന സാഹചര്യമുണ്ട്, പ്രോസിക്യൂട്ടേഴ്സ് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജുമായി തെറ്റിയ കാരണം, അവരുമായി പ്രശ്നമായത് കാരണം 2 തവണ പ്രോസിക്യൂട്ടേഴ്സ് പിന്മാറി. 3-ാം തവണ എത്തിയ അഡ്വക്കേറ്റ് അജകുമാർ ആയിരുന്നു ഈ അവസാന ഘട്ടത്തിൽ 3ാമത്തെ പ്രോസിക്യൂട്ടർ. അദ്ദേഹമായിരുന്നു കോടതിയിൽ നടിക്ക് വേണ്ടി ഹാജരായിരുന്നതും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രോസിക്യൂട്ടർമാർ പിന്മാറുന്ന സാഹചര്യമുണ്ടായി. പ്രോസിക്യൂഷന് തെളിവുകൾ നിരത്താൻ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ചമച്ചത് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോട് കൂടിയാണ് ഈ ഒരു ക്രിമിനൽ ഗൂഢാലോചന വ്യക്തമാണ് എന്നൊരു പോലീസ് കുറ്റപത്രം വരുന്നതും. 2021 ഡിസംബറിലാണ് ബാലചന്ദ്രകുമാർ, അതായത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങിയിരുന്ന കാലഘട്ടത്തിൽ കോവിഡിന്റെ കുറച്ചു കാലം വിചാരണ മുടങ്ങിയിരുന്ന കാലം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം 2021 ഡിസംബറിലാണ് ബാലചന്ദ്രകുമാർ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത്. പൾസർ സുനിയെ തനിക്കറിയാം, ദിലീപിന്റെ പത്മസരോവരം എന്ന് പറയുന്ന ഈ വീട്ടിൽ വെച്ച് ദിലീപ് പലതവണ താൻ പൾസർ സുനിയെ കണ്ടിട്ടുണ്ട്. അന്ന് പൾസർ സുനിയുടെ കയ്യിൽ പണമുണ്ടായിരുന്നു. ദിലീപ് അയാളുടെ തോളിൽ കൈയിട്ടാണ് സംസാരിച്ചത്. ദിലീപിന്റെ സഹോദരൻ അനൂപ് പൾസർ സുനിയെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇത് സുനി എന്നാണ്, പൾസർ സുനി എന്ന് പറഞ്ഞാലേ ഇവനെ അറിയുകയുള്ളൂ, അത് എവിടെയെങ്കിലും പൾസർ ബൈക്കുകൾ കണ്ടാൽ അത് അപ്പോഴേ അടിച്ചുകൊണ്ട് പോകും, അതുകൊണ്ടാണ് അങ്ങനെ എന്ന് അനൂപ് പരിചയപ്പെടുത്തിയെന്നുമാണ് ബാലചന്ദ്രകുമാരൻ അന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത്. അതേ തുടർന്ന് വീണ്ടും കുറ്റപത്രം സമർപ്പിക്കുകയും അതിൽ വീണ്ടും അന്വേഷണ സംഘം വീണ്ടും അന്വേഷണം നടത്തുകയും ദിലീപിനെതിരെ ശക്തമായ തെളിവുകൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പൾസർ സുനിയുമായി ബന്ധമുണ്ട് എന്ന്, ദിലീപിന് ബന്ധമുണ്ടായിരുന്നു എന്ന് കൃത്യമായ എവിഡൻസോടുകൂടി കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള പറയുന്നത്. ഈ ദിലീപ് ഒരു നടനാണ്, അദ്ദേഹത്തിന് നിരവധി കോൺടാക്റ്റുകൾ ഉണ്ടാകാം. ഈ പല തവണയും പല സെറ്റുകളിലും ഒക്കെ ഡ്രൈവറും മറ്റുമായി ജോലി ചെയ്തിട്ട് പൾസർ സുനിയെ പോലെയുള്ള ഒരാളോടും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ല, അല്ലെങ്കിൽ ഇതുമായിട്ട് അതിനെ ചേർത്ത് വായിക്കാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഈ
പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ വിധിന്യായം അനുസരിച്ച് ദിലീപ് കുറ്റവിമുക്തനാണ്. ദിലീപ് കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. 1 മുതൽ 6 പ്രതികൾ മാത്രമാണ് അതിൽ കുറ്റക്കാരെന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസിന്റെ വിധി. അങ്ങനെയാണ്. എന്തായാലും 12-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധി തീരുമാനിക്കും.